മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് നമുക്കറിയാം. ഈ ജില്ലന്റെ സൗരഭ്യം അറിയാത്ത ആളുകൾ, അത് ആസ്വദിക്കാത്തവർ പലതും പറയും. ആരോ ചിലരൊക്കെ പറഞ്ഞല്ലോ നമ്മളെ മലപ്പുറം ജില്ലനെ പറ്റിയൊക്കെ. ഇവിടെ ആർക്കും നിർഭയമായി എപ്പോഴും സഞ്ചരിക്കാൻ പറ്റുന്ന ജില്ലയാണ് മലപ്പുറം ജില്ല എന്ന് പറഞ്ഞത്. ആ ജില്ലനെ സംബന്ധിച്ച് മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ ഈ ജില്ലയിൽ വന്നുകൊണ്ട്, അല്ലെങ്കിൽ ഈ ജില്ലക്കാരോട് ഇടപെട്ടുകൊണ്ടിട്ട് ഇവിടുത്തെ ആളുകളുടെ സ്വഭാവം മനസ്സിലാക്കാത്തവര് പലതും പറയും. അങ്ങനെ പറയുന്നതൊക്കെ നമുക്ക് അത് തള്ളിക്കളയാം. അത് അറിയിക്കണ അവജ്ഞയോട് കൂടിയത് മാത്രമേ പറയണം. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ എപ്പോഴും വിമർശനം എപ്പോഴും ഉണ്ടാവും. വിശുദ്ധ ശരീഅത്തിന്റെ സ്വഭാവം തന്നെ. മഹാന്മാരാവുന്ന സർവ്വ അമ്പിയാക്കന്മാരും അവര് വിമർശനത്തിനെ നേരിട്ടു. വിശുദ്ധ ദീൻ, ആ ദീനിനെ മുറുകെ പിടിച്ചിവിടെ ജീവിക്കുമ്പോൾ പലജാതിയുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അതാണ് ഇപ്പൊ സംഭവിക്കുന്നത്. പല ഭാഗത്തു നിന്നും പലരും നമ്മളെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട്, മുസ്ലിങ്ങളാവുന്ന നമ്മളെ മാത്രം ടാർഗറ്റ്, നമ്മളൊക്കെയുള്ളതായ പോരായ്മകൾ കണ്ടുപിടിച്ച്, അല്ലെങ്കിൽ നമ്മളെ ആക്ഷേപിക്കുക, നമ്മളെ അധിക്ഷേപിക്കുക, നമ്മളെ വിമർശിക്കപ്പെടുക, ഇങ്ങനത്തെ ഒരവസ്ഥയാണ് ഉണ്ടായത്. ഇതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അത് വാന്തുമുല്ലാലും ഇങ്ങുന്തും മോമിനിന്ന വിശുദ്ധ ഖുർആൻ റസൂലിനും മോമിനിങ്ങൾക്കൊക്കെ പ്രതാപം ഉണ്ടാവും. ആ പ്രതാപങ്ങൾക്ക് ഉണ്ടാവും നിങ്ങൾ യഥാർത്ഥ മോമിനികളാണെങ്കിൽ.